ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് കുട്ടികളായിട്ട് ചോദിക്കുന്നത്, മെയിനായിട്ട് SSLC കുട്ടികളാണ് ചോദിക്കുന്നത്. അതൊക്കെ എന്താണ്, ഫസ്റ്റ് ആയിട്ട് അവർ എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്, ഒരു ഒഫീഷ്യൽ എക്സാമാണ് ഈ ഓണം എക്സാം എന്ന് പറയുന്നത്. ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഓഗസ്റ്റ് 13 സ്റ്റാർട്ടിങ് എന്നാണ് പറയുന്നത്. അത് കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിവേ ഓഗസ്റ്റ് 13 നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാം ആണല്ലേ, അതായത് ഒഫീഷ്യലി എഴുതാൻ പോകുന്ന ഒരു ഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അതിന്. ആക്ച്വലി എൻ്റെ ഭാഗത്തും ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കുകയൊന്നും വേണ്ട. സ്റ്റിൽ ഒരുപാട് പേർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ബിക്കോസ് ഇതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ എടുത്ത് പറഞ്ഞു, ചേച്ചി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, ബിക്കോസ് ഇത്ര ദിവസമേ ഉള്ളൂ, ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒന്നും പഠിച്ചു തീർത്തിട്ടില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് എല്ലാ പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൺഡേ ടു സൺഡേ നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസ് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോ ദിവസം, അതായത് ഓരോ വീക്ക് ഉണ്ട്, ഓരോ വീക്കിലും ഓരോ ഡേയ്സ് ഉണ്ട്. ഈ ഓരോ ഡേയ്സ്, എക്സാമ്പിൾ മൺഡേ ആണെങ്കിൽ ഇന്ന ചാപ്റ്റേഴ്സ്, ഇന്ന സബ്ജക്ട്സ്, അടുത്തതും ട്യൂസ്ഡേ ആണെങ്കിൽ ഇത്ര സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീക്ക് നിങ്ങൾ സെയിം ഈ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ നമ്മുടെ പ്ലാൻ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ഒരു ലാംഗ്വേജും പിന്നെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്, എക്സാമ്പിൾ സയൻസ് അല്ലെങ്കിൽ മാത്സ്, അങ്ങനത്തെ സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ടാലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു ദിവസം 2 സബ്ജക്ട്സ് ഒക്കെ എടുത്ത് ടഫായിട്ടുള്ള സബ്ജക്ട്സ്, ഇപ്പം മാത്സും അതുപോലെ ബയോളജി ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടാലി ആയിട്ട് ടഫില്ലാതെ ഹാർഡല്ലാതെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദിവസം ലാംഗ്വേജും പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം സയൻസ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ സൺഡേ തൊട്ടാണ് നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ സൺഡേ തൊട്ട് പഠിച്ചു തുടങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ അല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഇപ്പോൾ മൺഡേ ട്യൂസ്ഡേ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അന്നത്തത് ഫോളോ ചെയ്യുക. അതിനുശേഷം അടുത്ത സൺഡേ നിങ്ങൾ ആ ഒരു ചാപ്റ്റേഴ്സും സബ്ജക്ട്സും ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് സൺഡേ ആണ്. ഇപ്പം ഞായറാഴ്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മലയാളം ഫസ്റ്റ് ആണ്. മലയാളം ഫസ്റ്റിലെ ചാപ്റ്റർ 1. അപ്പം മലയാളം ഫസ്റ്റിൽ നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത് 6 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, സൺഡേ വന്നിട്ട് നമ്മൾ മലയാളം ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1, അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് ചാപ്റ്റർ 1, ദെൻ മാത്സ്. അതായത് സൺഡേ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ മലയാളം, ഫിസിക്സ്, ഇംഗ്ലീഷ്, മാത്സ്, ഈ 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾ സൺഡേ പഠിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സൺഡേ ഒരുപാട് ടൈം ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ഹോംവർക്കും പിന്നെ പഠിത്തവും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ സൺഡേ മെയിനായിട്ട് നമുക്ക് ഒരുപാട് ടൈം ഉള്ളത് കൊണ്ട് തന്നെ മെയിനായിട്ട് 4 സബ്ജക്ട്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിൽ 2 ലാംഗ്വേജും 2 കുറച്ച് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റുമാണ്. കറക്റ്റ്ലി ഒരു മന്തിൽ ഫുൾ പഠിക്കാനുള്ളതല്ല പറയുന്നത്, ഒരു വീക്കിലെ പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സൺഡേ, ഈ ഒരു സൺഡേ നിങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് സൺഡേ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. അടുത്ത മൺഡേ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹിന്ദിയും അതുപോലെ സോഷ്യലുമാണ്. രണ്ടിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടയേർഡ് ആയിരിക്കും, ഒട്ടും ടൈം കാണില്ല, ഹോംവർക്ക് ചെയ്യണം, ചിലപ്പോൾ അടുത്ത ദിവസം ടെക്സ്റ്റ് പേപ്പറൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം. അതുകൊണ്ട് തന്നെ അധികം ടൈം കാണില്ലല്ലോ. ഏകദേശം നിങ്ങളൊക്കെ വീട്ടിൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേനും 6 മണിയോ 6:30 ഒക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരുപാട് വലിയ സബ്ജക്ട്സ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ 3-4 സബ്ജക്ട്സ് എടുത്ത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട്, ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റുമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹിന്ദി ചാപ്റ്റർ 1ഉം സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1ഉം ആണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ളത്. ട്യൂസ്ഡേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളം സെക്കൻഡ് ആണ്. മലയാളം സെക്കൻഡിലെ ഫസ്റ്റ് ചാപ്റ്ററും കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററുമാണ് നമ്മൾ ട്യൂസ്ഡേ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നെക്സ്റ്റ് ട്യൂസ്ഡേയും ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. വെനസ്ഡേ വന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ 2ഉം ബയോളജിയുടെ ചാപ്റ്റർ 1ഉം ആണ്. വെനസ്ഡേ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 2 സബ്ജക്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇംഗ്ലീഷ് പൊതുവെ എല്ലാവർക്കും ഈസിയാണ്, അതുപോലെ ബയോളജി കുറച്ച് വാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇംഗ്ലീഷും ബയോളജിയും ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ നമുക്ക് 2 പഠിക്കാനുള്ളത്, മലയാളവും മാത്സും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മലയാളം ഫസ്റ്റിലെ ചാപ്റ്റർ 1 നമ്മൾ സൺഡേ പഠിച്ചു തീർത്തു. സോ ഇനി ഈ വരുന്ന തേഴ്സ്ഡേ നിങ്ങൾ പഠിക്കാനുള്ളത് മലയാളം ഫസ്റ്റിലെ തന്നെ ചാപ്റ്റർ 2 ആണ്.
അതുപോലെ മാത്സ് നമ്മൾ നേരത്തെ ചാപ്റ്റർ 1 പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ തേഴ്സ്ഡേ നിങ്ങൾ പഠിക്കാനുള്ളത് മാത്സിന്റെ ചാപ്റ്റർ 2 ആണ് പഠിക്കാനുള്ളത്. ഫ്രൈഡേയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ചാപ്റ്റർ 2 ആണ് പഠിക്കാനുള്ളത്. ഹിന്ദിയിലെ ചാപ്റ്റർ 1 നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. സോ ഹിന്ദിയുടെ ചാപ്റ്റർ 2 ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ ഫ്രൈഡേ ഫിസിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ഫ്രൈഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയും ഫിസിക്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ സാറ്റർഡേ സൺഡേ ഒരുപാട് കുട്ടികൾക്കൊക്കെ ലീവാണ്. ചില സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ കാണും. എങ്കിലും ഒരു പ്രോബബ്ലി എടുത്ത് നോക്കുന്ന സമയത്ത് സാറ്റർഡേ ഒരുപാട് പിള്ളേർക്കൊന്നും സ്കൂളില്ല. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഒരു 4 സബ്ജക്റ്റ് ആണ് വെച്ചിട്ടുള്ളത്. നമ്മളെ സൺഡേ പോലെ തന്നെ സാറ്റർഡേയിൽ ഇംഗ്ലീഷ്, SS, മലയാളം, കെമിസ്ട്രി ഈ 4 സബ്ജക്ട്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. 2 ലാംഗ്വേജും 2 ടഫ് സബ്ജക്ട്സും. സോ ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ 3യും SS-ന്റെ ചാപ്റ്റർ 2ഉം മലയാളത്തിന്റെ ചാപ്റ്റർ 3യും കെമിസ്ട്രിയുടെ ചാപ്റ്റർ 2ഉം. സോ ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളിപ്പം എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ കാണുന്ന ബുക്കുകളൊന്നും എടുത്തു വെച്ചിട്ടല്ലല്ലോ, അല്ലെങ്കിൽ കാണുന്ന സബ്ജക്ട്സ് അല്ല ടീച്ചർ പഠിപ്പിക്കുന്നത്. ടീച്ചർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട്. മൺഡേ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ്, സെക്കൻഡ് പീരീഡ് മാത്സ്, തേർഡ് പീരീഡ് ഹിന്ദി, അങ്ങനെ നിങ്ങൾക്ക് ഒരു 6, 7, 8 പീരീഡുകൾ കാണും. ട്യൂസ്ഡേ ആണെങ്കിലും അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്ത് സ്കൂളിലെ ബുക്ക് പാക്ക് ചെയ്യുന്നതും പഠിക്കാനായിട്ട് പോകുന്നതും. അതുപോലെ തന്നെ മൺഡേ ആണെങ്കിൽ നിങ്ങൾ ഈ 2 സബ്ജക്ട്സ് ഹിന്ദിയും സോഷ്യലും നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ അടുത്ത മൺഡേയും നിങ്ങൾ ഇത് തന്നെയാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ടൈം ടേബിൾ വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞ് പഠിച്ച് തീരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഓണം എക്സാം ആണ്. അപ്പോൾ ഓണം എക്സാമിന് ഒരുപാട് കുട്ടികൾ പറഞ്ഞു ചേച്ചി പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിച്ചു തീർന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ ആഴ്ച ഫോക്കസ് ചെയ്ത് പോവുക. നമുക്കിനി നമ്മുടെ മുമ്പിൽ ഇനി ഒരു 20 ഡേയ്സോ 25 ഡേയ്സോ അല്ലെങ്കിൽ അതിനകം മാത്രമാണുള്ളത്. കറക്റ്റ് അക്യൂറേറ്റ്ലി എനിക്കറിയില്ല. ഈ ഒരു ദിവസത്തിനകം നമുക്ക് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ച് പോവുക. കറക്റ്റായിട്ട് ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. സോ ഇതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ഇല്ലാതെ എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ എടുത്തുകൊണ്ട് പോകാം. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ നിങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ വീഡിയോ എന്നാണ് കാണുന്നത് അന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തലേ ദിവസം ഈ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും പഠിക്കാനായിട്ടൊന്നും ഇരിക്കരുത്. തലേ ദിവസം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പഠിച്ചു തീരില്ല. വേറെ SS-ഉം മലയാളവും ഇംഗ്ലീഷും അതൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. തലേ ദിവസം ഒന്നും നിങ്ങൾ ഈ സയൻസ് സബ്ജക്റ്റ് ദയവ് ചെയ്ത് പഠിക്കാതിരിക്കരുത്. ബിക്കോസ് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കൂടുതലും ഓണം സീരീസ് ആണ് ചെയ്യുന്നത്. കാരണം ഓണ പരീക്ഷ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം 8ൽ കയറിയ കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നറിയാത്ത ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ 9th കുട്ടികളുണ്ട്, 10th കുട്ടികൾ. അഫ്കോഴ്സ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓണം സീരീസ് ആണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്ന കോണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ കമന്റ് സെക്ഷനിൽ പറയുകയോ ചെയ്യുക. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതുവരെയ്ക്കും ബൈ.